കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ കൂടുതലൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഒരു കേഡർ പാർട്ടിയല്ല, ആൾക്കൂട്ട പാർട്ടിയാണ് എന്നുള്ളതാണ്. ഈ ആൾക്കൂട്ട പാർട്ടിയുടെ എല്ലാവിധ സ്വഭാവ കാര്യങ്ങളും ഈ പറയുന്ന പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവരവരുടെ തീരുമാനം എടുക്കുന്നു, അവരവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, അവരവരുടെ ആൾക്കാരെ കൂട്ടാൻ ശ്രമിക്കുന്നു, അവരവരുടെ ടീമിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവരവർ നേതാവാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനകത്ത് നേരത്തെ മാധു പറഞ്ഞതുപോലെ അന്ന് ഉമ്മൻചാണ്ടിയുള്ള സമയത്തും രമേശ് ചെന്നിത്തലയുടെ സമയത്തും ഒരു വീതം വെപ്പാണ് നടന്നത്. പക്ഷേ അത് നമുക്കറിയാം, രണ്ട് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഉണ്ട്, നമുക്കറിയാം. രണ്ട് ഗ്രൂപ്പ് വീതം വെപ്പാണ് നടന്നിരിക്കുന്നത്. കരുണാകരൻ്റെ കാലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കരുണാകരൻ്റെ സമയത്ത് നമുക്കിത് അറിയാവുന്നതാണ്. കാരണം അത് വീതം വെപ്പ്, വീതം വെപ്പിന് ഒരു രസം ഉണ്ടായിരുന്നു കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. വീതം വെപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പാണ്, ഞങ്ങളുടെ ബലം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിൻ്റെ പേര് കോൺഗ്രസ് എന്നായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, അതിപ്പോൾ പുതിയ വാക്കാണല്ലോ, ടീമാണല്ലോ. ഓരോരുത്തർക്കും ഓരോ ടീമിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓരോ നേതാക്കന്മാർക്കും ഓരോ ടീം, അവർക്ക് പഞ്ചായത്തിലോ ടീം. ഞാൻ പറയുന്നില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയും കോൺഗ്രസും ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ആൻ്റണിയുടെ കാലത്ത് BJPയും കോൺഗ്രസും ഒരു പഞ്ചായത്ത് ഭരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ കേരളത്തിലെ 2-3 പഞ്ചായത്ത് BJPയും കോൺഗ്രസും ഭരിക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും ഈ പറഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഭരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ ഒരു സെക്കൻഡ് ചോയ്സ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ചോയ്സ് എന്താണെന്നറിയോ? സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ അടുത്ത കോൾ പോകുന്നത് എവിടേക്കെന്നറിയോ? ഈ പറയുന്ന BJPയുടെ നേതാവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ BJP നേതാവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ സുധാകരൻ കോൺഗ്രസ് വിടുന്നുണ്ടല്ലോ, ഇങ്ങനെ കേൾക്കുന്നു, നിങ്ങളോട് സംസാരിച്ചിരുന്നു? ഞങ്ങളോട് സംസാരിച്ചു എന്ന് ആര് പറയാണ്? ഈ പറയുന്ന BJPയുടെ നേതാവ് പറയാണ്. ഇത് നടന്ന സംഭവമല്ലേ? ഇത് നടന്ന സംഭവം. BJPയുടെ നേതാവ് പറയുന്നത്, ഒരു കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ പറയുന്നത്, അപ്പോൾ കോൺഗ്രസ്സുകാരൻ പറയാം ഞങ്ങളങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ BJPയുടെ നേതാവ് പറയാണ്, ഇത് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് BJP ആയി മാറുന്നു എന്നുള്ളതാണ്. അത് ആരെയും കുറ്റം ഞാൻ പറയുന്നത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ, ഇന്നലെ രാവിലെ തുടങ്ങി ഇന്ന് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ 2 ദിവസം 48 മണിക്കൂർ ഈ കേരളത്തിലെ മാധ്യമങ്ങളെ അല്ല കേട്ടോ മുൾമുനയിൽ നിർത്തിയത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെയാണ് മുൾമുനയിൽ നിർത്തിയത്. അതാരാണ്? കേരളത്തിൽ എന്നും കേരളത്തിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്ന് പറയുന്ന സുധാകരനാണെന്ന് ഓർക്കണം. അദ്ദേഹമാണ് ഈ കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിടാൻ പോകുന്നു, പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് പറയുകയാണ്. പുതിയ പാർട്ടി എങ്ങനെയാണെന്ന് കൂടെയുള്ളവർക്ക് പറയാൻ കഴിയുന്നത്? അതുമാത്രമല്ല, ഈ വാർത്തകൾ മുഴുവൻ സുധാകരൻ കാണുന്നില്ലേ? ഈ 2 ദിവസമായിട്ട് ഈ വാർത്തകൾ മുഴുവൻ സുധാകരൻ കാണുന്നില്ലേ? ഈ പാർട്ടിയുടെ കൂറും സ്നേഹവും, നേരത്തെ സ്മൃതി മണം പറഞ്ഞ പോലെ അദ്ദേഹം ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അദ്ദേഹം അത് പറയണതാ, ഒരു വാർത്ത എൻ്റെ പേരിലുണ്ടായി, എൻ്റെ പാർട്ടിക്ക് മുറിവേൽക്കാൻ പാടില്ല എന്ന് പറയേണ്ട നേതാവിൻ്റെ പേര് സുധാകരനായിരുന്നില്ലേ? അല്ലേ? എല്ലാവരും സുധാകരന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്, സീറ്റ് കൊടുക്കണമെന്ന് വാദിക്കുന്നുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ്? അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി പണിയെടുത്തുകൊണ്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് തകർക്കാൻ അതേ പണി ഉപയോഗിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, നമ്മൾ ഈ അമ്പയും എന്ന് പറയുന്നില്ലേ, പല അമ്പയിൽ നിന്ന് ഒരമ്പയും കൊള്ളാതെ പോയി എന്ന് കൂട്ടിയാൽ മതി. എല്ലായിടത്തും അമ്പയത്ത് കിട്ടുകയാണ്. നേതാവ് സാർ ഒരു ലിസ്റ്റ് തന്നെ വായിച്ചു, എത്ര നേതാക്കന്മാരുടെ ലിസ്റ്റാണ് വായിച്ചത്? ഇവരെല്ലായിടത്തും അമ്പയത്ത് നിന്ന് കൊള്ളുന്നത് ആരെ? കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 10 വർഷം ഉണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷം ഇല്ലാത്ത ഒരു പാർട്ടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇവർക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഓർമ്മ, ഈ പറയുന്ന സർക്കാരിനെ മാറ്റി ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നുള്ളൊരു ഓർമ്മ ഇവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇവർ അറ്റ്ലീസ്റ്റ് 1 വർഷം മുന്നെയെങ്കിലും ഈ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടുണ്ടാവും. ഉണ്ടാവും. 1 വർഷം മുന്നെയെങ്കിലും വേണ്ട, 1 മാസം മുന്നേ വേണ്ട, ഒരാഴ്ച മുന്നേ വേണ്ട, സ്ഥാനാർത്ഥി നിയമം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് തലേ ദിവസമെങ്കിലും പ്രഖ്യാപിക്കണ്ടേ? ഇനി എത്ര ദിവസമുണ്ട് സാറേ? 2 ദിവസം. 2 ദിവസം. ശനിയും ഞായറും. ശനിയും തിങ്കളും. തിങ്കളാഴ്ച വൈകുന്നേരം തീർന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഇത് അവസാനിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ? അപ്പോൾ സീറ്റ് കിട്ടും. അപ്പോൾ പ്രചരണത്തിന് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണ്, ഈ ഫോം പൂരിപ്പിക്കുന്നവർക്ക് മുഴുവൻ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് വേണം. ഞങ്ങൾ സർക്കാരിലേക്ക് പണമൊന്നും അടയ്ക്കാനില്ല എന്നുള്ള നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് വേണം. പല നേതാക്കന്മാരുടെ അവസ്ഥ കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞത് പോയി മേടിച്ചാൽ പോരെ? മേടിക്കാൻ പോയാൽ ഇപ്പോൾ വാർത്തയാവും. ഇനി എന്താ അവസ്ഥ? ഇനി നാളെയും മറ്റന്നാളും മേടിക്കാൻ കഴിയത്തില്ല. നാളെ ലീവാണ്, ആകെ മറ്റന്നാൾ ഒരു ദിവസമേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കാലിൻ്റെ ചോട്ടി പോയിരിക്കേണ്ട അവസ്ഥയാണ് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. കേരളത്തിലെ 40% 50% വോട്ടർമാർ, പിന്നെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ MLA-മാരെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു.
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ കൊണ്ട് നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സ്ഥലത്താണ് 50% 40 സീറ്റിൽ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാതെ നിൽക്കുന്നത്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇത് ആരുടെയും കുറ്റമല്ലാന്നേ. ഇത് ഞാൻ പറയുന്നത് ഇത് വി ഡി സതീശൻ്റെ കുറ്റമായിട്ടോ രമേശ് ചെന്നിത്തലയുടെ കുറ്റമായിട്ടോ കെ സി വേണുഗോപാലിൻ്റെ കുറ്റമായിട്ടോ പറയുന്നതല്ല. കാരണം എന്താണ്, ഇവർക്ക് ഇതിനൊരു തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നു. ഇത് ആൾക്കൂട്ട പാർട്ടിയാണെന്നും കോൺഗ്രസ് ഇങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ അറിയാവുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്കോ ഇടതുപക്ഷക്കാർക്കോ അല്ലല്ലോ, അതറിയാവുന്നത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ്. ഇതിനനുസരിച്ച് നേരത്തെ തീരുമാനം എടുത്തു പോകേണ്ടിയിരുന്നില്ലേ? നേരത്തെ എടുത്തു പോയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നോക്കിക്കേ നിങ്ങൾ, കെ സുധാകരൻ്റെ 7:40 കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ്റെ കഴിഞ്ഞു. അദ്ദേഹം ഞാനിതാ എനിക്ക് പാർട്ടി സീറ്റ് തരാണെങ്കിൽ മാത്രം മത്സരിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറാകാൻ പോവുക. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറാകാൻ പോവാണ്. ബാക്കി നമ്മളുടെ വിചാരം എന്താണ്, കെ സുധാകരന് മാത്രം മുടക്കി നിൽക്കുകയാണ്. അത് മാത്രം വെട്ടിയാൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിന് തീരുമാനമായാലും അപ്പം സെക്കൻഡ് കൊണ്ട് പുറത്തു വരും എന്നുള്ളതാണ്. നേരത്തെ സുനിൽ എന്നോട് പറയും, സാർ ആസാമിൻ്റെ ലിസ്റ്റ് വന്നു. ഞാൻ പറഞ്ഞു സുധാകരൻ്റെ പേര് അതിലുണ്ടോ നോക്കിക്കോളൂ. കാരണം വേറെ മാർഗമില്ല. കാരണം ഇത് എവിടെയാണ് പോയി നോക്കുക, ലിസ്റ്റിനെ കുറിച്ച് അറിയത്തില്ല. സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്നവർ ചോദ്യചിഹ്നമായി നിൽക്കുകയെന്നേ. സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്നവർ നേരത്തെ ഷിയാസിൻ്റെയും ദീപ്തി വർഗീസിൻ്റെയും കാര്യം പറഞ്ഞു. ഒരു മണ്ഡലത്തിൽ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരോടെങ്കിലും പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു ഇവരോടെങ്കിലും പറഞ്ഞുകൂടെന്നേ. ബാക്കിയുള്ള ആരോടും പറയണ്ട. ഈ ദീപ്തിനെ ഷിയാസിനെ വിളിച്ചിട്ട് ദീപ്തി നിനക്ക് സീറ്റില്ല, അല്ലെ ഷിയാസ് നിനക്ക് സീറ്റില്ല, ഇന്നയാളാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടില്ല, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിഗണിച്ചോളാം എന്ന് പറഞ്ഞുകൂടെ? ഇവർ 2 പേരെ ഒരു അച്ചുകൊണ്ടിൽ അപ്പുറം ഇപ്പുറം കെട്ടിയിട്ടിരിക്കുന്നത് എന്തിനാണ്? ഒരച്ചുകൊണ്ട് എന്നിട്ട് തൂക്കം നോക്കുകയാണ് കേരളത്തിൽ എത്ര പേര്. എന്നിട്ട് രാത്രി 10 മണിക്ക് പാവപ്പെട്ട കോൺഗ്രസ്സുകാർ 10 മണിക്കും 11 മണിക്കും പോസ്റ്ററും പിടിച്ച് എറണാകുളം ടൗണിൽ വന്ന് നിൽക്കുകയാണ്. ആർക്കാ മുദ്രാവാക്യം വിളിക്കട്ടെ? ഈ കോൺഗ്രസ് ദീപ്തിക്ക് ഒരു ടീമും ഷിയാസിനൊരു ടീമും പറ്റില്ലല്ലോ. ഇപ്പം ഷിയാസിൻ്റെ പോസ്റ്റർ പിടിച്ച് നിൽക്കുന്ന ഒരു ടീം, ദീപ്തിൻ്റെ പോസ്റ്റർ പിടിച്ച് നിൽക്കുന്ന ടീം, ഇതിൽ ഒരാളെ പ്രഖ്യാപിച്ചോട്ട് ഇവർ 2 പേരോട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഇറങ്ങണം. ഇത് 2 പീസാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ആകെ 5-10 സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിൽ ആരാണെങ്കിലും അധികാരത്തിൽ വരുന്ന കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 10 സീറ്റിന് മേലെ അധികാരത്തിൽ വരില്ലല്ലോ. ഈ 10 സീറ്റ് ആർക്ക് കിട്ടുന്നു അവരാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. ആ 10 സീറ്റിൻ്റെ ബലത്തിൽ ഇത്ര ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്താണ് ഞാൻ പറയുന്നത്. കണ്ണൂർ KPCC പ്രസിഡന്റ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. KPCC പ്രസിഡന്റ് അവസ്ഥ 4 മണിക്ക് ജാഥ നടക്കുകയാണ്, വലിയ ജാഥ പേരാവൂര്. ആ സ്ഥലം കേരളത്തിലെ ഒരു KPCC പ്രസിഡന്റിൻ്റെ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല. ആ സ്ഥലത്ത് സുധാകരൻ പാർട്ടി വിടുമോ എന്നുള്ള വാർത്ത പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ വലിയ ജാഥ എടുക്കുകയാണ് ഈ വൈകുന്നേരം. ആ വൈകുന്നേരത്തിൻ്റെ ജാഥ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും കാണിച്ചില്ല. എന്തുകൊണ്ട് കാണിച്ചില്ല? ആ സമയത്ത് സുധാകരൻ്റെ ഇതൊക്കെ. അപ്പം നമ്മൾ തന്നെ കേരളത്തിലെ 50 സീറ്റായി കഴിഞ്ഞാൽ വൈകുന്നേരം റോഡ് ഷോകളുണ്ടാവും, UDFൻ്റെ റോഡ് ഷോകളുണ്ടാവും, നല്ല കവറേജ് കൊടുക്കണം, എല്ലാം ബോക്സ് അടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. വിഷ്വൽ വരുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പരിപാടി നടക്കുന്നതും പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റ് വിഷ്വൽ വരുന്നത് കാണുന്നുണ്ട്. കൊടുക്കാൻ കഴിയുന്നില്ല. സുധാകരൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ. സുധാകരൻ ആ സമയത്ത് കൊടുക്കുന്ന വാർത്ത എന്താണെന്നറിയോ? പുതിയ പാർട്ടി 15 സീറ്റ്, ആദ്യം 15 ആയിരുന്നു, അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ 25 സീറ്റ് എന്ന് പറയുകയാണ്. ഇതിന് കേരളത്തിലെ മാധ്യമങ്ങളെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? കേരളത്തിലെ മാധ്യമം വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് കേരള മാധ്യമങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഇന്നലെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയാണ് പറയുന്നത്, കേരളത്തിലെ ദൃശ്യമാധ്യമത്തിൻ്റെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇന്നലെ രാവിലെ സുധാകരൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്നതാണ്. 48 മണിക്കൂറായി ഭക്ഷണമില്ലാതെ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ നിൽക്കുക. എന്തിനാ? അത് സുധാകരൻ്റെ വലിപ്പം കണ്ടിട്ടല്ല. സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ്സിനെ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ള കേരളത്തിലെ ഓരോ കോൺഗ്രസ് അണികൾക്കും അറിയണം. അതിനുവേണ്ടി നിൽക്കുന്നതാണ്. നമ്മുടെ നോവൽ മാരിക്കാരനും അഭിനന്ദും ഒക്കെ അവിടുത്തെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റൊക്കെ ഇന്നലെ രാവിലെ നിൽക്കുന്നതാണ് ഒരു ഫ്ലാറ്റിൻ്റെ മുൻപിൽ. ഇന്ന് 48 മണിക്കൂർ കഴിയാണ്. കേരളത്തിൽ നമ്മളെ മാത്രമല്ല, കേരളം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ. അപ്പം ഇത് മുഴുവൻ ഇത് മാത്രമാണോ? ഇന്നലെ രാത്രി 2 മണിയാകുമ്പോൾ 2-2:30 ആയി കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് നമുക്ക് രാത്രി 2-2:30ക്കാണ് മെസ്സേജ് അയച്ചിട്ട് പറയുകയാണ്, ഇനി പട്ടിക വരികയാണെങ്കിൽ ഒന്ന് വിളിക്കണേ, ഉറങ്ങാൻ ആയി. കാരണം രാത്രി 2:30ക്ക് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ യൂട്യൂബിൽ 28,000 ആൾക്കാർ വിസിറ്റാണ്. അതായത് നോർമൽ ഡെയിലി പകൽ 27,000-28,000 ആൾക്കാർ കാണുന്ന യൂട്യൂബ് രാത്രി 3 മണിക്ക് 27,000-28,000 ആൾക്കാർ ലൈവാണ്. ആരാ? മുഴുവൻ കോൺഗ്രസ്സുകാരാ. ഈ പട്ടിക വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് ആരെയാ കുറ്റം പറയേണ്ടത്? ഇതിന് CPM കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന് BJP കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കോൺഗ്രസ് നിലപാടെടുക്കാത്തതുണ്ടോ? ഇത് കേരള മാധ്യമങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോൺഗ്രസ് ഇവരാണ് കേട്ടോ, ഇവരാണ് ഇനി അധികാരം നോക്കുന്നത്. ഇവർക്കാണ് ഇനി അധികാരം വേണ്ടത്. ഈ അധികാരത്തിൽ വേണം കേരളത്തിലെ ഈ പറഞ്ഞ 3.5 കോടി ജനങ്ങൾ അധികാരത്തിൽ MLA ആയി ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് ഇവരിൽ MPനെയും MLAനെയും മന്ത്രിയെയും തിരഞ്ഞെടുക്കണം. ഈ 140 പേരിൽ വേണമല്ലേ മന്ത്രിൻ്റെ MLAയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ പറയായിരുന്നു,
ഇപ്പം നമ്മൾ ഈ പിന്നെ സമയം 110 മണിക്കൂറായല്ലോ കാത്തിരിക്കുന്നു. 1 മണിക്കൂറിൽ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ പ്രഖ്യാപിക്കേണ്ടായിരുന്നു. ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോ മണ്ഡലങ്ങൾ മൊത്തമായി എടുത്തിട്ട് വിശകലനം ചെയ്തിട്ട് ഓരോരുത്തരെ പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ ഇത് അവസാനിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരാളിൽ കെട്ടിത്തഴിച്ചിട്ട്. അല്ലെങ്കിൽ വേണ്ട, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ 5 പേര് കെട്ടിപ്പണഞ്ഞ് കിടക്കാൻ നോക്കുക. ബാക്കി 35 പ്രഖ്യാപിക്കായിരുന്നല്ലോ. 35 പ്രഖ്യാപിച്ചാൽ ബാക്കി 5 നിന്നാൽ മതിയല്ലോ. ആ 5 പ്രശ്നം എന്തായാലും ഉണ്ടാവും. ഇവരില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലായിരിക്കില്ലല്ലോ. 5 അതെങ്കിലും ചെയ്തുകൂടെ തന്നെ. ആരാണെന്നെങ്കിലും അറിയട്ടെ കേരളത്തിലെ ജനങ്ങൾ. ഇനി അത്ര ദിവസമുള്ളൂ. ഇന്ന് 19-ാം തീയതിയാണ്. 29-ാം തീയതി പോളിംഗ് ബൂത്തിൽ ജനങ്ങളെത്തും. 20 ദിവസം, 17 ദിവസം ആകെ പ്രചരണത്തിലുള്ളൂ. അറ്റ്ലീസ്റ്റ് വാഹനത്തിലെങ്കിലും ഈ മണ്ഡലത്തിൽ കൂടെ ഇത്രയും പോകണമല്ലോ. എന്തായാലും ഒരു 45-50 കിലോമീറ്റർ ചുറ്റളവിലുള്ളതായിരിക്കും അല്ലേ. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഇപ്പം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം പല ആൾക്കാരും ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് പോയി. ഇപ്പം രമ്യ ഹരിദാസ് തിരുവനന്തപുരത്താണ് മത്സരിക്കുന്നത്. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരാണ് മത്സരിക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത മണ്ഡലത്തിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇദ്ദേഹം എനിക്ക് MLA ആവാൻ പോകുന്ന മനുഷ്യരങ്ങനെ ഇരിക്കുന്നെങ്കിലും മനുഷ്യന്മാർ കാണണ്ടേ. ഒന്നും പോയി സംസാരിക്കേണ്ട. ഇദ്ദേഹം എങ്ങനെയാണ് ഉള്ളതെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരാളെ കാണാനുള്ള സമയം കൊടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് KC വേണുഗോപാൽ ഫസ്റ്റത്തെ ബൈറ്റ് വന്നു പറഞ്ഞെന്താ അറിയോ, ഇത് ഭയങ്കര പ്ലാനിങ് ആണ്. കാരണം വളരെ ചുരുങ്ങിയ സമയം നമുക്ക് തന്നിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം. അതാരാ പറയുന്നത്? ACCൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. ആ ACC ആണ് തീരുമാനം അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹൈക്കമാൻഡാണ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ 1 മണിക്കൂർ 1 മിനിറ്റെങ്കിലും ഇന്നലെ രാത്രിയോ കോൺഗ്രസ്സുകാർ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല, ഒന്ന് പുറത്തു വിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.